Good afternoon. ബ്ലോക്ക് 2-ലെ പ്രധാനപ്പെട്ട ഷോർട്ട് ആൻസർ എസ്സേ വൺ വേർഡ് ചോദ്യങ്ങൾ നമുക്കിവിടെ നോക്കാം. ബ്ലോക്ക് 2 എന്ന് പറയുമ്പോൾ യാത്രാ വിവരണങ്ങളുടെ ഭാഗമാണ് കടന്നു വരുന്നത്. രണ്ട് ഭാഗങ്ങളിൽ ആദ്യത്തേൽ നമ്മുടെ ബ്ലോക്കിൻ്റെ പേര് ഹിസ്റ്റോറൈസിങ് ട്രാവൽ ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ്. ഇതിൽ തന്നെ 2 ചാപ്റ്റർ ഉണ്ട്. അതിൽ ആദ്യ ഭാഗത്തിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാവലോഗ്സ് ഇൻ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഭാഗവും രണ്ടാമത്തെ യൂണിറ്റ് വന്നിട്ട് പ്രധാനപ്പെട്ട യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തികളെ അല്ലെങ്കിൽ യാത്രകൾ നടത്തിയിട്ടുള്ള ആളുകളെ നമ്മൾ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ എന്താണ് യാത്രാ വിവരണം എന്നുള്ളതിനെ പറ്റിയാണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, എന്താണ് യാത്രാ വിവരണം? വാട്ട് ഈസ് ട്രാവലോഗ്? അത് ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കാം. എ ട്രാവലോഗ് ഈസ് ആൻ അക്കൗണ്ട് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ് ഓഫ് ട്രാവലിംഗ്. ഒരു വ്യക്തി അദ്ദേഹം നടത്തുന്ന യാത്രയുടെ അനുഭവങ്ങളെ രേഖപ്പെടുത്തി വയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാവലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ട്രാവലോഗ് എന്നുള്ളത് ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് പഠിച്ചിരിക്കുക. എ ട്രാവലോഗ് ഈസ് ആൻ അക്കൗണ്ട് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ് ഓഫ് ട്രാവലിംഗ്. യാത്രാ വിവരണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അല്ലേ? യാത്രാ വിവരണം, യാത്രാനുഭവം എന്നൊക്കെ പറയുന്നത്. ദ വേർഡ് ട്രാവലോഗ് കംസ് ഫ്രം 2 വേർഡ്സ്. എന്തൊക്കെയാണ്? 2 വാക്കുകളിൽ നിന്നാണ് ഈ ട്രാവലോഗ് എന്ന് പറയുന്ന ഒരു വാക്ക് കടന്നു വന്നിട്ടുള്ളത്. ട്രാവൽ ആൻഡ് മൊണോലോഗ്. അത് ഓർത്തിരിക്കണം കേട്ടോ. നമ്മുടെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. ദ വേർഡ് ട്രാവലോഗ് കംസ് ഫ്രം 2 വേർഡ്സ്, ട്രാവൽ ആൻഡ് മൊണോലോഗ്. In its basic form, a travelogue is a spoken or written account of an individual's experience in traveling which has occurred in the past. അതായത് ഒരു യാത്ര നടത്തിയതിന് ശേഷം ഒരു വ്യക്തി ആ യാത്രയുടെ അനുഭവത്തെ പറ്റി രേഖപ്പെടുത്തി വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രാവലോഗ് എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ട്രാവലോഗ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അനുഭവമാണ്. ഞാൻ നടത്തിയ യാത്രാ അനുഭവം ആയിരിക്കില്ല മറ്റൊരാൾ നടത്തുമ്പോൾ ഉണ്ടാവുന്നത്. അത് ശ്രദ്ധിക്കണം കേട്ടോ. അത് നമ്മുടെ യാത്രാ വിവരണത്തിൻ്റെ ഒരു പോരായ്മയായിട്ടും പലപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇവിടെ പറയുന്നത് എ ട്രാവലോഗ് ഈസ് ആൻ അക്കൗണ്ട് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ് ഓഫ് ട്രാവലിംഗ്. ദ വേർഡ് ട്രാവലോഗ് comes from 2 words, travel and monologue. In its basic form, a travelogue is a spoken or written account of an individual's experience in traveling which has occurred in the പാസ്റ്റ്. നടത്തിക്കഴിഞ്ഞൊരു യാത്രയുടെ അനുഭവത്തെയാണ് നമ്മൾ ട്രാവലോഗിൽ രേഖപ്പെടുത്തി വയ്ക്കുക. ട്രാവലോഗ്സ് എയിംസ് ടു ബ്രിങ് ദ ട്രൂ അക്കൗണ്ട് ഓഫ് വൺസ് ജേർണി ഡിസ്ക്രൈബിങ് വാട്ട് ദേ സീ. അല്ലേ, ഒരു യാത്രാവിവരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളായിരിക്കും. എന്തൊക്കെയും വാട്ട് ദേ സീ, എന്ത് കണ്ടു, എന്ത് കേട്ടു, എന്ത് രുചിച്ചു, എന്ത് ഫീൽ ചെയ്തു എന്നുള്ളതിനെ പറ്റിയെല്ലാം നമ്മൾ ട്രാവലോഗിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നു. In this, one account ignore their thought, reflections and feelings about their travel experience. ഇവിടെ എന്താ, ഒരാൾ അയാളുടെ ട്രാവൽ എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ നിന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങളൊന്നും അദ്ദേഹം വിട്ടുകളയില്ല അല്ലേ? ഇപ്പോൾ എസ്.കെ. പൊറ്റക്കാടിൻ്റെയോ എം.ടി. വാസുദേവൻ നായരുടെയൊക്കെ യാത്രാ വിവരണം വായിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? അദ്ദേഹത്തിന് ആ ഒരു പ്രദേശത്ത് പോയിട്ടുണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും പേഴ്സണൽ ഫീലിങ്സ് കൂടി എന്തുണ്ടായിരിക്കും? ഒരു യാത്രാ വിവരണത്തിൽ അവർ രേഖപ്പെടുത്തി വെച്ചിരിക്കും. ഹെൻസ് ട്രാവലോഗ്സ് കണ്ടെയ്ൻ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ ട്രാവലേഴ്സ് ഇന്നർ വേൾഡ് ആസ് വെൽ. ഫോർ എക്സാമ്പിൾ, ദ ട്രാവൽ അക്കൗണ്ട്സ് ഓഫ് ഇബൻ ബത്തൂത്ത. ഇബൻ ബത്തൂത്തേനെ നമ്മൾ വിശദമായിട്ട് 2nd ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇബൻ ബത്തൂത്ത, അൽ ബറൂണി belongs to this category. ഹ്യുൻ സാങ് belongs to this category എന്ന് പറയുന്നുണ്ട്. ഇവരൊക്കെയും ഇബൻ ബത്തൂത്തയും അൽബറൂണിയൊക്കെയും ആദ്യകാലത്ത് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ യാത്രാ വിവരണങ്ങളെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇന്ത്യനെ മനസ്സിലാക്കാറുള്ളത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു ചോദ്യമായിട്ട് ഇവിടെ പ്രതീക്ഷിക്കുന്നത് യാത്രാ വിവരണങ്ങൾ എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ ഹിസ്റ്ററിയെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്, അല്ലെങ്കിൽ യാത്രാ വിവരണങ്ങൾ എങ്ങനെയാണ് ചരിത്രത്തെ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു എസ്സേ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ എസ്സേയും എഴുതുമ്പോൾ എന്ത് വേണം? ഒരു ഇൻട്രൊഡക്ഷൻ വേണം. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് കൊടുക്കണം? എന്താണ് ട്രാവലോഗ് എന്നുള്ളതിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു ചോദ്യത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട്.
ഓക്കെ, അപ്പോൾ ട്രാവലോഗ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ട്രാവൽ മൊണോലോഗ് എന്ന വാക്കുകളിൽ നിന്ന് വന്നു എന്നുള്ളത് ഓർക്കണം. പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. പാസ്റ്റിൽ അദ്ദേഹം നടത്തിയ ഒരു യാത്രയെപ്പറ്റി ഉണ്ടായിട്ടുള്ള ഗുഡും ബാഡും ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ യാത്രാ വിവരണത്തിൽ കടന്നു വരുന്നു. കണ്ടതും കേട്ടതും നോക്കൂ, സീ, ഹിയർ, ടേസ്റ്റ് ആൻഡ് ഫീൽ എല്ലാം അതിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കണം. പിന്നെ ഇന്നത്തെ കാലത്ത് ട്രാവൽ ലോഗുകളേക്കാൾ കൂടുതൽ ട്രാവൽ ബ്ലോഗ്സ് വരുന്നതായിട്ട് കാണാം എന്നുള്ളതും ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഉദാഹരണം, നമ്മളുടെ മലയാളത്തിൽ തന്നെയുള്ള യൂട്യൂബ് ചാനലുകളെ ഓർത്താൽ മതി. എത്രയോ യൂട്യൂബ് ചാനലുകളാണ് ഈ യാത്രാ വിവരണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ അതൊക്കെയും ട്രാവൽ ബ്ലോഗുകളായിട്ട് മാറുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. കണ്ടോ, ഇൻ റീസെൻറ്റ് ടൈംസ് ട്രാവലോഗ്സ് ആർ അവൈലബിൾ ഇൻ ഓൺലൈൻ ഓർ ഡിജിറ്റൽ ഫോം. സച്ച് അക്കൗണ്ട്സ് ആർ ദ ട്രാവൽ ബ്ലോഗ്സ്. അപ്പോൾ ചിലപ്പോൾ ചോദ്യം വന്നേക്കാം, ഷോർട്ട് ആൻസർ ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാം എന്ത്, വാട്ട് ഈസ് ട്രാവൽ ബ്ലോഗ്സ് എന്നുള്ളത്. അതായത് ഓൺലൈൻ ഡിജിറ്റൽ ഫോമിലേക്ക് മാറിയിട്ടുള്ള യാത്രാ വിവരണങ്ങളെയാണ് നമ്മൾ ട്രാവൽ ബ്ലോഗ്സ് എന്ന് പറയുന്നത്. However, not all travel blogs can be considered travelogues because some authors are less concentrate about describing their journey with the meticulous precision. ഇവിടെ പറയുന്നത് എല്ലാ ട്രാവൽ ബ്ലോഗ്സും നമുക്ക് ട്രാവൽ ലോഗുകളുടെ സ്വഭാവം ഉണ്ടായി എന്ന് വരില്ല. പലപ്പോഴും ഈ ട്രാവലോഗുകൾ എഴുതുമ്പോൾ കുറേ കൂടി ഡീപ്പായിട്ട് കടന്നു ചെന്നുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ട്രാവൽ ബ്ലോഗ്സ് ചിലപ്പോൾ പ്ലെയിൻ ആയിട്ട് കടന്നു പോകാറുണ്ട് എന്നുള്ളത് ആണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ട കുറച്ച് യാത്രാ വിവരണങ്ങളെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്നതാണ് ട്രാവലോഗ്സ് ഓഫ് കേരള. കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ മലയാളത്തിലെ യാത്രാ വിവരണങ്ങളുടെ ചരിത്രത്തെ പറ്റിയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഇവിടെ നമ്മൾ വൺ വേർഡുകൾ പ്രതീക്ഷിക്കണം. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം ഏതാണ് നോക്കൂ. പാറേമാക്കൽ തോമ കത്തനാർ റോട്ട് ദ ഫസ്റ്റ് മലയാളം ട്രാവലോഗ് വർത്തമാന പുസ്തകം ഓർ റോമായാത്ര. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം എന്ന് കരുതുന്നത് പാറേമാക്കൽ തോമ കത്തനാർ എഴുതിയിട്ടുള്ള വർത്തമാന പുസ്തകം ആണ്. ഈ വർത്തമാന പുസ്തകത്തെ തന്നെയാണ് നമ്മൾ റോമായാത്ര എന്നുള്ള പേരിൽ കൂടി അറിയപ്പെടുന്നത്. അത് എന്തായാലും പഠിച്ചിരിക്കാം. വൺ വേർഡായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. The travelogue believed to have been written between 1790 and 1799 was published in 1936. 1790-1799 കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള യാത്രയാണ് പിന്നീട് 1936 അദ്ദേഹത്തിൻ്റെ മരണശേഷം പബ്ലിഷ് ചെയ്യുന്നത്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ആദ്യ യാത്രാ വിവരണം ഏത് എന്നുള്ളത് ഓർത്തിരിക്കാം. വർത്തമാന പുസ്തകം തന്നെയാണ് റോമായാത്ര എന്നുള്ള പേരിലും അറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഹൗവർ ദ ഫസ്റ്റ് പ്രിന്റഡ് ട്രാവലോഗ് ബുക്ക് വാസ് ഊസ്ലോം യാത്രാ വിവർത്തനം. ആദ്യം പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള യാത്രാ വിവർത്തനമാണ് എന്ത്, ഊസ്ലോം യാത്രാ വിവർത്തനം. അപ്പോൾ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യ യാത്രാ വിവരണം വർത്തമാന പുസ്തകമാണെന്നുണ്ടെങ്കിലും ആദ്യം പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള യാത്രാ വിവരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഊസ്ലോം യാത്രാ വിവർത്തനമാണ്. ആരെഴുതിയത്? ഗീവർഗീസ് മാർ ഗ്രിഗോറിയസ് അല്ലെങ്കിൽ പരുമല തിരുമേനിയാണ് ഊസ്ലോം യാത്രാ വിവർത്തനം എഴുതിയിട്ടുള്ളത് 1895. പിന്നെ പറയുന്നതാണ് ഊസ്ലോം യാത്ര വരുന്നുണ്ട്. പിന്നെ കുറച്ച് മലയാളത്തിലെ ആദ്യകാല യാത്രാ വിവർത്തകർ എന്നുള്ള രീതിയിലാണ് വൈക്കം പാച്ചുമൂത്തത്, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, നടുവത്തച്ഛൻ നമ്പൂതിരി, വെൺമണി മഹൻ നമ്പൂതിരി, കൊട്ടാരത്തിൽ ശങ്കുണ്ണി, KC കേശവപിള്ള. ഇവരെല്ലാം ആദ്യകാലത്തെ യാത്രാ വിവർത്തനങ്ങൾ എഴുതിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഒരു പക്ഷേ മലയാളത്തിലെ യാത്രാ വിവരണത്തിൻ്റെ ചരിത്രം എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്ട് നോട്ടായിട്ട് ഹിസ്റ്ററി ഓഫ് മലയാളം ട്രാവലോഗ് എന്നെങ്ങാനും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ഓൺ മലയാളം ട്രാവലോഗ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പേരൊന്ന് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു കാലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് ഫേമസ് ആയിട്ടുള്ള യാത്രാ വിവർത്തകരെ കൂടി നമ്മൾ ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ലാസ്റ്റ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം SK പൊറ്റക്കാട്, KM പണിക്കർ, MC ചാക്കോ, MT വാസുദേവൻ നായർ, KPS മേനോൻ, VR കൃഷ്ണയ്യർ, നിത്യചൈതന്യതിയൊക്കെയും കൈലാസ യാത്രാ വിവരണങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. MP വീരേന്ദ്രകുമാറിൻ്റെ ഏതാ ഹൈമവത ഭൂവിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. MK രാമചന്ദ്രൻ കൈലാസ യാത്ര എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മലയാളത്തിലെ യാത്രാ വിവരണങ്ങൾ പൊതുവായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. മെയിനായിട്ട് നമ്മൾ ഇവിടെ നിന്നും വൺ വേർഡാണ് പ്രതീക്ഷിക്കുന്നത്. വർത്തമാന പുസ്തകവും ഊസ്ലോം യാത്ര, ആ ഒരു രണ്ട് വൺ വേർഡുകളും.
അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് കടയാട്ടിൽ ഗോവിന്ദമേനോൻ്റെ കാശി യാത്രാ റിപ്പോർട്ട് കുറച്ച് ഒരു എന്താ പറയുക റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ട്രാവലോഗാണ് എന്ന് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 1872 വന്നിട്ടുള്ള ആ യാത്രാവിവരണം. അതാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ ഇവിടെ പറയുന്നതാണ് ട്രാവലോഗ്സ് ആൻഡ് പീരിയോഡൈസേഷൻ ഓഫ് ഹിസ്റ്ററി. എങ്ങനെയാണ് ട്രാവലോഗുകൾ നമ്മുടെ ഹിസ്റ്ററിയെ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുന്നതിന് സഹായിക്കുന്നത് എന്നുള്ള ഒരു ഭാഗമാണ് ഈ ട്രാവലോഗ്സ് ആൻഡ് പീരിയോഡൈസേഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു, ഒരു ആൾ യാത്ര നടത്തുമ്പോൾ അദ്ദേഹം അവിടെ കാണുന്ന കാര്യങ്ങളെപ്പറ്റി എല്ലാം രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. ആ രേഖപ്പെടുത്തി വയ്ക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പിന്നീട് വരുമ്പോൾ നമ്മൾ ആ കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഇബൻ ബത്തൂത്തേനെ എടുത്തു. ഇബൻ ബത്തൂത്തയുടെ റഹേല, ആ പുസ്തകത്തിൻ്റെ പേര് ഓർത്തിരിക്കണേ, റഹേല. ഈ ഒരു പുസ്തകത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും പിന്നീട് നമ്മൾ ചരിത്രത്തെ മനസ്സിലാക്കുക. റഹേല വായിക്കുന്നതോടുകൂടിയാണ് അതിൽ ഇബൻ ബത്തൂത്ത എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹം ഇവിടെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതിനെ പറ്റി. ഇപ്പോൾ എന്താ പറയുന്നത്, ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടാവുന്നതിനെ പറ്റിയും ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ ചിതയിൽ ചാടി മരിക്കുന്നതിനെ പറ്റിയും എല്ലാം ഇബൻ ബത്തൂത്ത എഴുതി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് വായിക്കുന്നതോടുകൂടി നമുക്ക് എന്ത് മനസ്സിലാക്കും? അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ളൊരു ആചാരങ്ങളും രീതികളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ലേ? അത് തന്നെ ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ട്രാവലോഗുകൾ ഹിസ്റ്ററിയെ രേഖപ്പെടുത്തി വയ്ക്കുന്നതിന് സഹായിക്കുന്നത് എന്നുള്ളത്. അത്തരത്തിലുള്ള പോയിന്റുകളാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നോക്കൂ, ഫോറിൻ ട്രാവലേഴ്സ് ട്രാവലോഗ് പ്രൊവൈഡ് എ യുണിക് പെർസ്പെക്റ്റീവ് ഓൺ ഹിസ്റ്ററി ദാറ്റ് ലോക്കൽ ഹിസ്റ്റോറിയൻസ് മേ ഹാവ് ഓവർലുക്ക്ഡ്. ഇവിടെ വേറെ വ്യത്യാസം എന്ന് പറയുന്നതേ അതൊരു ഡ്രോബാക്കായിട്ടും പറയാം. നമ്മൾ അനുഭവിക്കുന്ന യാത്രകളും നമ്മളുടെ പ്രശ്നങ്ങളും അല്ലല്ലോ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് വളരെ കോമൺ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു കാര്യമായിരിക്കാം ബഹുഭാര്യാത്വം എന്നുള്ളൊരു കാര്യം. അത് പുറമേ നിന്ന് വരുന്ന ഒരാൾ നോക്കിക്കാണുമ്പോൾ അതിനെ വേറൊരു രീതിയിലായിരിക്കും കാണുക. അപ്പോൾ പേഴ്സ്പെക്റ്റീവ് നോക്കി കാണുന്നതിൻ്റെ വ്യത്യാസം പലപ്പോഴും ട്രാവലോഗുകളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കണം. എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ചിലപ്പോൾ ട്രാവലോഗ്സ് ആൻഡ് ഹൗ ട്രാവലോഗ്സ് ഹെൽപ്പ് ടു പീരിയോഡൈസേഷൻ ഓഫ് ഹിസ്റ്ററി എന്നുള്ളതിനെ ചിലപ്പോൾ അങ്ങനെ വന്നേക്കാം. അതുകൊണ്ട് ആ ഒരു ഭാഗമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഇബൻ ബത്തൂത്തയുടെ റഹേല എന്ന് പറയുന്ന ആ ഒരു പുസ്തകം വർക്കിനെ പറ്റിയും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇവിടെ പറയുന്നത് താരതമ്യേന ചെറിയൊരു ചാപ്റ്ററാണ് ഇത്, ട്രാവലോഗ്സ് ആൻഡ് ഫിക്സിംഗ് ദ ബൗണ്ടറീസ് ഓഫ് എംപയേഴ്സ്. എങ്ങനെയാണ് ട്രാവലോഗുകൾ എംപയേഴ്സിൻ്റെ ബൗണ്ടറി ഫിക്സ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതിന്. ഇവിടെ പറയുന്നത് അവർ നടത്തിയിട്ടുള്ള യാത്രാവിവരണങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് ചക്രവർത്തിമാരുടെയും മറ്റും രാജ്യ അതിർത്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അശോക ചക്രവർത്തിയുടെ എല്ലാം കാര്യം ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. നോക്കൂ, travelogues have played a significant role in understanding the past by describing cultures, people, polity, economy and social apparatus. യാത്രാവിവരണങ്ങൾ വായിക്കുന്നതോടുകൂടി എന്താ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? നമുക്ക് ആ ഒരു പ്രദേശത്തിൻ്റെ കൾച്ചർ, അവിടുത്തെ പീപ്പിളിനെ പറ്റി, അവിടുത്തെ രാഷ്ട്രീയം, എക്കോണമി, സോഷ്യൽ അപ്പാരറ്റസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ഓൾസോ പ്ലേഡ് എ റോൾ ഇൻ documenting and exploring the expansion and extension of the empires. These documents therefore helped to historians understand the political conditions of the place. അതായത് നമ്മുടെ ഹിസ്റ്റോറിയൻസിനെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള യാത്രാവിവരണങ്ങൾ വായിക്കുന്നതിൽ നിന്നും ഹിസ്റ്റോറിയൻസിന് ആ പ്രദേശത്തിൻ്റെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, വി ക്യാൻ സേ ദാറ്റ് ട്രാവൽ അക്കൗണ്ട്സ് പ്രൊവൈഡ് വാല്യൂബിൾ ഇൻസൈറ്റ് ഇൻ ടു ദ കൾച്ചറൽ, ജിയോഗ്രഫിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഓഫ് ദ റീജിയൻ. ഒരു റീജിയൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ളതും ജിയോഗ്രഫിക്കലായിട്ടുള്ളതും കൾച്ചറൽ ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള ഉൾക്കാഴ്ച നൽകാനായിട്ട് യാത്രാവിവരണങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഇവിടെ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം, ട്രാവലോഗ്സ് വേർ യൂസ്ഡ് ടു ഡോക്യുമെൻറ്റ് ദ എക്സ്പ്ലോറേഷൻ ആൻഡ് ടെറിട്ടോറിയൽ claims describing landscape, flora, fauna and people has opened the scope of imperial expeditions. The travelogues of the
cartographers and surveyors provided a detailed description of the landscape, resources and routes of the empire. ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ കേരളം സന്ദർശിച്ചിട്ടുള്ള 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ കേരളം സന്ദർശിച്ചിട്ടുള്ള സാമുവൽ മെറ്റീറൊക്കെ പറയുന്നുണ്ട് ഇവിടുത്തെ നായന്മാരുടെ ജീവിതം, അതുപോലെ തന്നെ തീയരുടെ കള്ള് ചെത്തിനെ പറ്റി, അവർ കള്ള് ചെത്തി അത് ഉപയോഗിച്ചിരുന്നതിനെ പറ്റി, നെൽകൃഷിയെ പറ്റി എല്ലാം സൂചന നൽകുന്നുണ്ട് യാത്രാ വിവരണങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് യാത്രാ വിവരണങ്ങൾ ഈ ബൗണ്ടറീസ്, എംപയേഴ്സിൻ്റെ ബൗണ്ടറി ഫിക്സ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തെ പറ്റി മനസ്സിലാക്കുന്നതിനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഈ ഒരു ഭാഗത്തോടനുബന്ധിച്ച് നോക്കേണ്ടതുണ്ട്. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭാഗത്തിൽ വരുന്നത്. ട്രാവൽ ആൻഡ് മൊണോലോഗ് എന്ന വാക്ക് ഓർത്തിരിക്കുക. വിച്ച് ഈസ് ദ ഫസ്റ്റ് മലയാളം ട്രാവലോഗ്, വർത്തമാന പുസ്തകം ഓർത്തിരിക്കണം. വിച്ച് ഈസ് ദ ഫസ്റ്റ് പ്രിൻറ്റഡ് ട്രാവലോഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊർസ്ലോം യാത്രാവിവരണം, പരുമല തിരുമേനി എഴുതിയത്. പിന്നെ ഇൻഡിക്ക എഴുതിയത് ആരാണ്? മെഗസ്തനീസ് ആണ്. അതുപോലെ തന്നെ ഇബൻ ബത്തൂത്തയുടെ റഹേല എന്നുള്ളതിനെ പറ്റിയും നമ്മൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ പ്രതീക്ഷിക്കാം. പിന്നെ ഒരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് ഹൗ ഡു ട്രാവലോഗ് കോൺട്രിബ്യൂട്ട് ടു അണ്ടർസ്റ്റാൻഡിങ് സോഷ്യോ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ ഹൗ ഡു ട്രാവലോഗ്സ് കോൺട്രിബ്യൂട്ട് ടു അണ്ടർസ്റ്റാൻഡിങ് സോഷ്യോ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഹിസ്റ്ററി. അതുപോലെ തന്നെ വൈ ആർ ട്രാവലോഗ്സ് നോട്ട് ഓൾവേസ് കൺസിഡേർഡ് ഒതൻറ്റിക് ഹിസ്റ്റോറിക്കൽ സോഴ്സ്. അത് ഷോർട്ട് ആൻസർ ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണേ. വൈ ആർ ട്രാവലോഗ്സ് നോട്ട് ഓൾവേസ് കൺസിഡേർഡ് ഒതൻറ്റിക് ഹിസ്റ്റോറിക്കൽ സോഴ്സ്. ഒതൻറ്റിക് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആയിട്ട് പലപ്പോഴും എന്തുകൊണ്ടാണ് ട്രാവലോഗ്സുകളെ കൺസിഡർ ചെയ്യാത്തത് എന്ന്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, പേഴ്സണൽ എക്സ്പീരിയൻസ് പലതും ട്രാവലോഗിൽ കടന്നു വരും. അതുകൊണ്ടാണ് നമ്മൾ ട്രാവലോഗുകൾ ഒരു കൃത്യതയുള്ളതായിട്ട് പലപ്പോഴും കൺസിഡർ ചെയ്യാത്തത്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഞാൻ പോയി അനുഭവിക്കുന്ന സെയിം എക്സ്പീരിയൻസ് ആയിരിക്കില്ല മറ്റൊരാൾ പോയി അത് അനുഭവിക്കുക. ഇനി പോട്ടെ, മൺസൂൺ കാലത്ത് കേരളം വന്ന് സന്ദർശിക്കുന്ന ആൾക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് ആയിരിക്കില്ല വേനൽ കാലത്ത് ഇവിടെ വന്നുണ്ടാവുന്നത്. അങ്ങനെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ പലപ്പോഴും ട്രാവലോഗുകളെയും എഫക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് നമ്മളതിനൊരു ഒതൻറ്റിക് സോഴ്സായിട്ട് പലപ്പോഴും കൺസിഡർ ചെയ്യാത്തത്. അപ്പോൾ അതൊന്ന് നോക്കണം. പിന്നെ ഒരു ചോദ്യമായിട്ട് വരുന്നതാണ് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാവലോഗ്സ് ഇൻ റീകൺസ്ട്രക്റ്റിംഗ് ഹിസ്റ്ററി. 10 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാവലോഗ്സ് ഇൻ റീകൺസ്ട്രക്റ്റിംഗ് ഹിസ്റ്ററി. അത് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തണം. ഫിക്സിങ് ദ ബൗണ്ടറീസ് ഓഫ് എംപയേഴ്സിനും അവിടുത്തെ ജിയോഗ്രഫിക്കൽ കാര്യങ്ങളെല്ലാം വരുന്നതിനെ പറ്റി പറഞ്ഞിട്ട് വേണം ഈ ഒരു ഭാഗം നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട്. ഇതിനെ തുടർന്ന് വരുന്ന രണ്ടാമത്തെ ചാപ്റ്റർ ബ്ലോക്ക് 2 പ്രധാനമായിട്ടും വരുന്നത് വിദേശ സഞ്ചാരികളെ പറ്റിയാണ്. അതിൽ നിങ്ങളെല്ലാവരെയും നോക്കണമെന്നില്ല. ഇബൻ ബത്തൂത്തേനെ മെയിനായിട്ട് നോക്കുക, അൽ ബറൂണീനെ നോക്കുക. കമ്പാരിറ്റീവ്ലി വലിയൊരു ചാപ്റ്ററായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഏതൊക്കെ ആളുകളെ കടന്നു വരാമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടിയും ഇബൻ ബത്തൂത്ത, അൽ ബറൂണി മെയിനായിട്ട് നോക്കിയിരിക്കണം. പിന്നെ ചൈനീസ് സഞ്ചാരികളെ പറ്റി പറയുന്നുണ്ട്. അതിലേക്ക് കൂടുതൽ സമയം കൊടുക്കണം എന്നില്ല. മെയിനായിട്ട് തോന്നുന്ന കുറച്ച് ആളുകളെ മാത്രം എടുത്ത് ആ ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്നതായിരിക്കും സേഫ് ആയിരിക്കുക. ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് ഇവിടെ വന്നിട്ട് ട്രാവലോഗ് എന്താണെന്നുള്ളത്, അതിൻ്റെ കാര്യങ്ങൾ, മലയാളത്തിലെ ട്രാവലോഗുകൾ, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കുക. മറ്റേ ചാപ്റ്ററിലേക്ക് വളരെയധികം പോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.